വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഫെഡറൽ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രവബലങ്ങളായിരുന്നു 2 ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളതിൽ പറഞ്ഞത്? ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ആ ചാപ്റ്ററിൻ്റെ ദ്രവബലങ്ങൾ അല്ലെങ്കിൽ ദ്രവബലം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് ദ്രവം അഥവാ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ആ വേർഡിൽ നിന്നായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസവും റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏതായിരുന്നു? ഈ ഒരു വേർഡിൽ നിന്നാണ്. ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഈ ഒരു കറസ്പോണ്ടിങ് വേർഡിൽ നിന്നാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ക്ലാസ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്തായിരുന്നു ഫ്ലൂയിഡ് അല്ലെങ്കിൽ എന്തായിരുന്നു ദ്രവം എന്ന് പറയുന്നത്? ബോത്ത് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് അല്ലെങ്കിൽ ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ഞാൻ ഒരുമിച്ച് വിളിച്ച പേരായിരുന്നു കറസ്പോണ്ടിങ് ആയിട്ട് എന്ത്? ദ്രവം അഥവാ ഫ്ലൂയിഡ്. ബോത്ത് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ടുഗദർ കോൾഡ് ഫ്ലൂയിഡ്. അപ്പോൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിനെയും ഗ്യാസിനെയും ദ്രാവകങ്ങളും വാതകങ്ങളെയും ഒരുമിച്ച് ഞാൻ വിളിക്കുന്ന പേരാണ് ദ്രവം അഥവാ എന്ത്? ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഈ ചാപ്റ്ററിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലേക്കാണ് ചെന്നത്. ഏത് ടേമിലേക്ക് ചെന്നു? ബോയൻസി അഥവാ പ്ലവക്ഷമ ബലം എന്ന ആ ഒരു വേർഡിലേക്ക് എത്തും. ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം. എന്താണ് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഞാൻ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിനുള്ളിലേക്ക് കടത്തിവിട്ടാൽ ആ ദ്രവം ആ വസ്തുവിൽ നിന്ന് അല്ലെങ്കിൽ ആ വസ്തുവിൽ നമ്മൾ താഴേക്ക് കൊടുക്കുന്ന ബലത്തിന് എതിർദിശയിൽ മുകളിലേക്ക് മറ്റൊരു ബലം എന്ത് ചെയ്യുന്നു? പ്രയോഗിക്കപ്പെടുന്നു. സോ ദാറ്റ് ഫോഴ്സ്, ആ ഫോഴ്സിനെ നമ്മൾ വിളിച്ച പേരാണ് ബോയൻസി. വെൻ ആൻ ഒബ്ജെക്റ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓർ partially immersed in a fluid, then the fluid will act an upward force. നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ആ വസ്തുവിനെ ദ്രവത്തിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിനുള്ളിലേക്ക് ഇറക്കിയാൽ അത് അപ്വേർഡ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സിനെ അപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് ഫോഴ്സ്, ആ ഫ്ലൂയിഡ് എക്സേർട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സിനെ അല്ലെങ്കിൽ ആ ബലത്തിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത് ബലം? പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്ന് പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു നോർമലായിട്ട് എന്ത് ചെയ്യുന്നു? എൻ്റെ കയ്യിലൊരു ഫ്ലൂയിഡ്, ഒരു ബീക്കറിൽ കുറച്ച് ഫ്ലൂയിഡ് ഇരിപ്പുണ്ട് അല്ലെങ്കിൽ കുറച്ച് ലിക്വിഡ് എന്തെങ്കിലും ഇരിപ്പുണ്ട്, വാട്ടർ ഇരിക്കുന്നു എന്നിരിക്കട്ടെ. അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എയർ ഫിൽഡ് ആയിട്ടുള്ള ഒരു ബലൂൺ ഇട്ടു. അപ്പോൾ അതിൻ്റെ സർഫസിലാണ് അത് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തത്? നിൽക്കുന്നത്. ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ മുകളിൽ നിൽക്കുകയാണ്, താന്നു പോകുന്നില്ല, മുകളിൽ നിൽക്കുന്നു. എങ്കിൽ ആ വസ്തുവിൽ ആക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ വസ്തുവിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ വസ്തുവിൽ ഉണ്ടാകുന്ന 2 ഫോഴ്സുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഏത് ഫോഴ്സ് തന്നെയാണ്? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം ആക്ട് ചെയ്യുന്നുണ്ട് ആ വസ്തുവിൽ. രണ്ടാമത് ആക്ട് ചെയ്യുന്നത് ആരായിരുന്നു? വെയിറ്റ് ആയിരുന്നു. രണ്ടാമത് ആക്ട് ചെയ്യുന്നത് വെയിറ്റ് അല്ലെങ്കിൽ ഭാരം. അത് ഞാൻ പറഞ്ഞു, ഏതൊരു വസ്തുവിനെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ആ ബലത്തിനെയാണ് നമ്മൾ അതിന്റെ എന്തെന്ന് വിളിച്ചത്? വെയിറ്റ് അല്ലെങ്കിൽ ഭാരം എന്ന് വെച്ചപ്പം ആ സർഫസിൽ കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന കറസ്പോണ്ടിങ് ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കുന്ന ആ ബലൂണിൽ അല്ലെങ്കിൽ ഏതൊരു വസ്തുവും ഫ്ലോട്ട് ചെയ്ത് നിന്നോട്ടെ സർഫസിൽ, ആ ഉപരിതലത്തിൽ, ജലത്തിന്റെ ഉപരിതലത്തിൽ ഏതൊരു വസ്തു നിന്നാലും ആ വസ്തുവിൽ ആക്ട് ചെയ്യപ്പെടുന്ന രണ്ട് ഫോഴ്സേ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൂ. ആ 2 ഫോഴ്സിൽ ഒന്നാമത്തെ ആള് ബോയൻസിയും രണ്ടാമത്തെ ആൾ ആരുമായിരുന്നു? വെയിറ്റ് അഥവാ എന്തായിരുന്നു? ഭാരവുമായിരുന്നു. വെയിറ്റ് അല്ലെങ്കിൽ എന്തായിരുന്നു? ഭാരം. ഈ 2 ആൾക്കാരാണ് അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന 2 ഫോഴ്സ്. ഇനി ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ഇത് ആക്ട് ചെയ്യപ്പെടുന്നത്? ഈ 2 ബലങ്ങളും ഏത് ദിശയിലേക്കാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. വെയിറ്റ് ആണെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ താഴേക്കായിരിക്കും എന്ന് പറഞ്ഞു. ബോയൻസി വിൽ ആക്ട് ഓൺ ദ അപ്വേർഡ് ഡയറക്ഷൻ. ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എങ്ങോട്ടേക്കായിരിക്കും? മുകളിലേക്കും. വെയിറ്റ് അല്ലെങ്കിൽ ഭാരം എങ്ങോട്ടേക്കായിരിക്കും? താഴേക്കുമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം അടുത്ത കാര്യം പറഞ്ഞു, ഹൗ ടു കാൽക്കുലേറ്റ് ബോയൻസി. എങ്ങനെയാണ് നമ്മൾ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ ബോയൻസി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? എൻ്റെ കയ്യിൽ ഒരു വസ്തു ഉണ്ടായിരുന്നു. ആ വസ്തുവിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എയർ എന്ന മാധ്യമം അല്ലെങ്കിൽ എയർ എന്ന മീഡിയം അല്ലെങ്കിൽ വായു എന്ന് പറയുന്ന ഈ ഒരു മാധ്യമത്തിൽ വെച്ചുകൊണ്ട് സ്പ്രിംഗ് ബാലൻസും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ വസ്തുവിൻ്റെ ഭാരം ഞാൻ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ നോർമലായിട്ട് എയറിൽ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വെയിറ്റ് കണ്ടുപിടിക്കുന്നു. അതേ വസ്തുവിന് എന്ത് ചെയ്യുന്നു? ഒരു ബീക്കറിനകത്ത് അല്പം ജലമെടുത്ത് അതിലേക്ക് ഡിപ്പ് ചെയ്തുകൊണ്ട് സ്പ്രിംഗ് ബാലൻസിൽ അതിൻ്റെ റീഡിങ്ങും എടുത്തു ഇല്ലേ? അപ്പോൾ എന്തായിരുന്നു കണ്ടത്? എയറിലുള്ള
വെയിറ്റ് എത്രയാണോ അതിനേക്കാളും ഭാരം കുറവായിരുന്നു എവിടെ കിടന്നപ്പോൾ, വെള്ളത്തിനകത്ത് നിന്നപ്പോൾ, ഇല്ലേ? അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം ആ ഒരേ വസ്തുവാണ് ഞാൻ എടുത്തിരിക്കുന്ന, ഒരൊറ്റ വസ്തു തന്നെയാണ്. ആ വസ്തു എയർ എന്ന മാധ്യമത്തിൽ അല്ലെങ്കിൽ വായു എന്ന മാധ്യമത്തിൽ കാണിച്ച ഒരു ഭാരമുണ്ട്. അതേ ഭാരം അല്ല എവിടെ കാണിച്ചത്, ആ ഫ്ലൂയിഡിനകത്ത് കാണിച്ചത്. കാര്യം വായുവിലുള്ള ഭാരത്തിനേക്കാളും കുറവായിരുന്നു ഭാരം എവിടെ, ഈ ബീക്കറിനുള്ളിൽ. അത് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു, ആ ഒരു ഡിഫറൻസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു, ബോയൻസി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ബോയൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം സമം ആ വസ്തുവിന്റെ എയറിലുള്ള വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട്സ് ഇൻ എവിടെ, എയറിലുള്ള ആ വസ്തുവിന്റെ ഭാരം മൈനസ് എവിടെയുള്ള ഭാരം, ജലത്തിലുള്ള ഭാരം. എവിടെയുള്ളതാണ്, ജലത്തിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്, കറസ്പോണ്ടിങ് ആയിട്ട് ബോയൻസി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഒരു വസ്തുവിന്റെ ഭാരം എയറിലും തന്നിട്ടുണ്ട്, ഫ്ലൂയിഡിനകത്ത് അല്ലെങ്കിൽ ആ ലിക്വിഡിനകത്ത് ഡിപ്പ് ചെയ്തപ്പോൾ ഇത്ര ന്യൂട്ടൺ എന്നും തന്നു, അത് എയറിലായിരുന്നപ്പോൾ ഇത്ര ന്യൂട്ടൺ തന്നു. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എയറിലുള്ള ഭാരത്തിൽ നിന്ന് അതേ വസ്തു തന്നെ ഫ്ലൂയിഡിൽ ഡിപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ഭാരം എന്ത് ചെയ്യുക, കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു, ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നു. അപ്പോൾ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം, ഇതിൽ നിന്നും രണ്ട് റിലേഷൻ കൂടെ കണ്ടുപിടിച്ചു. എയറിന്റെ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, വെയിറ്റ് എയർ എങ്ങനെ കണ്ടുപിടിക്കുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മൾ ഈ ടേമിനെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പം എങ്ങനെ വരും, വെയിറ്റ് ഇൻ എയറിലുള്ള ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം പ്ലസ് എന്തെന്ന് വരും, വെയിറ്റ് എവിടെയുള്ള വെയിറ്റ് അല്ലെങ്കിൽ എവിടെയുള്ള ഭാരം, ദ്രവത്തിലുള്ള ഭാരം. അതുപോലെ തന്നെ അടുത്ത റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കേണ്ടത് ഫ്ലൂയിഡിന്റെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വെയിറ്റ് എന്താണ്, ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രവത്തിലുള്ള ആ വസ്തുവിന്റെ ഭാരം എനിക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും, ഈ ടേമിനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ എങ്ങനെ വരും, വെയിറ്റ് എയറിലുള്ള വെയിറ്റ് മൈനസ് എന്തെന്ന് വരും, ബോയൻസി എന്ന് വരും, മൈനസ് ബോയൻസി. ഈ രണ്ട് റിലേഷൻഷിപ്പും ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ കൊണ്ടുവന്നതാണ്. ഇതും അറിഞ്ഞിരിക്കുക. അപ്പൊ ബോയൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു വസ്തുവിന്റെ വായുവിലുള്ള ഭാരം മൈനസ് അതേ വസ്തു തന്നെ എവിടെയുള്ള ദ്രവത്തിനകത്ത് എത്ര വെയിറ്റ് ആണോ കാണിക്കുന്നത് അതിന് എന്ത് ചെയ്താൽ മതി, എയറിലുള്ള വെയിറ്റിൽ നിന്നും മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബോയൻസി കറസ്പോണ്ടിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഫാക്ടേഴ്സ് ആണ്. എന്തൊക്കെ ഘടകങ്ങളാണ് ബോയൻസി എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ അതാണ് ഡിസ്കസ് ചെയ്തത്. രണ്ട് ആൾക്കാരാണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്നത്. ഒന്നാമത്തെ ആൾ ആരായിരുന്നു, ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത. ഒന്നാമത്തെ ആള് ഡെൻസിറ്റി അഥവാ ആരായിരുന്നു, സാന്ദ്രതയായിരുന്നു. രണ്ടാമത്തെ ആള് വോളിയൂം അല്ലെങ്കിൽ എന്തായിരുന്നു, വ്യാപ്തമായിരുന്നു. വോളിയൂം അല്ലെങ്കിൽ വ്യാപ്തമായിരുന്നു. അപ്പോൾ രണ്ടാളുകളുണ്ട്. അപ്പൊ ഈ രണ്ടാൾക്കാരുമാണ് ആരെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ബോയൻസിയെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പ്ലവക്ഷമ ബലത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ, ഒന്ന് സാന്ദ്രതയാണ്, രണ്ടാമത്തത് ആരാണ്, വ്യാപ്തമാണ്. അപ്പോൾ ഡെൻസിറ്റിയും വോളിയൂമുമാണ് ആരെ അഫക്റ്റ് ചെയ്യുന്നത്, ബോയൻസിയെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒരു വസ്തുവിന്റെ സാന്ദ്രത കൂടിയാൽ ആ വസ്തുവിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അഥവാ ബോയൻസിയും എന്ത് ചെയ്യും, കൂടുമെന്ന് പറഞ്ഞു. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു, ബോയൻസിക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിന്റെ സാന്ദ്രത കൂടുന്നതോടുകൂടി അല്ലെങ്കിൽ കൂടുന്നുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ ബോയൻസി അല്ലെങ്കിൽ ആ വസ്തുവിൽ കൊടുക്കുന്ന ബോയൻസി അല്ലെങ്കിൽ എക്സേർട്ട് ചെയ്യുന്ന ബോയൻസിയും എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം 3 എക്സാമ്പിളൊക്കെ പറഞ്ഞു. ABC എന്ന് പറയുന്ന 3 സബ്സ്റ്റൻസ് ഉണ്ട്, അതിന് 3 ഡെൻസിറ്റി ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ആർക്കാണോ വരുന്നത് ആ പദാർത്ഥം അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിലായിരിക്കും ഏറ്റവും കൂടുതൽ ബോയൻസി എന്ത് ചെയ്യുന്നത് വരുന്നത്, അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കൂടുതൽ എക്സേർട്ട് ചെയ്യുന്നത് ആ ഒരു വസ്തുവിലായിരിക്കും. അപ്പം ഒരു പദാർത്ഥത്തിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിന്റെ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് അതിൽ എക്സേർട്ട് ചെയ്യുന്ന ബോയൻസിയും എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതിനുശേഷം അടുത്ത ടേം പറഞ്ഞത് ഏതായിരുന്നു, വ്യാപ്തമാണ് പറഞ്ഞത്. അടുത്തത് വ്യാപ്തം. ഈ വ്യാപ്തം എങ്ങനെയാണ് ബോയൻസിയുമായിട്ട് എന്ത് ചെയ്യുന്നത്, അഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു. വ്യാപ്തവും ഇതേ റിലേഷൻഷിപ്പ് തന്നെയാണ്. വ്യാപ്തം എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്,
വോളിയം എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു എന്തെന്നാണ്? ബോയൻസി എന്നാണ്. ബോയൻസി അഥവാ പ്ലവക്ഷമ ബലത്തിന് അതായത് പ്ലവക്ഷമ ബലം കൂടും എപ്പോൾ? വോളിയം അഥവാ വ്യാപ്തം കൂടിയാൽ. കഴിഞ്ഞ ദിവസം 2 എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഒരു വുഡൻ പീസിന്റെയും അല്ലാതെ ഒരു ബ്ലോക്കിന്റെയും കേസ് പറഞ്ഞായിരുന്നു. അതിൽ വുഡൻ പീസിന്റെ ആ വ്യാപ്തം കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരുന്നു? കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ താന്നു പോയില്ല. ആ ലിക്വിഡിന്റെ ഏറ്റവും മുകളിലായിട്ടായിരുന്നു ഫ്ലോട്ട് ചെയ്ത് നിന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ വോളിയം കൂടിയപ്പോൾ ബോയൻസി അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്ലവക്ഷമ ബലവും കൂടുമ്പോൾ ഒരു വസ്തുവിന്റെ വോളിയം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ വ്യാപ്തം വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസിയും എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ 2 ഫാക്ടേഴ്സ് ആണ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? ബോയൻസിയെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ റിലേഷൻഷിപ്പും പറഞ്ഞു. ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും? അതിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന ബോയൻസിയും കൂടും. അതുപോലെ തന്നെ വോളിയം അഥവാ വ്യാപ്തം കൂടുന്നതിനനുസരിച്ചും അതിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന എന്ത് കൂടുന്നു? ബോയൻസിയും കൂടുന്നു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രിൻസിപ്പിളാണ്. ആ ഒരു പ്രിൻസിപ്പിളിനെ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആയിരുന്നു ആർക്കിമിഡീസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം കണ്ടുപിടിച്ച ഒരു തത്വം അല്ലെങ്കിൽ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു പ്രിൻസിപ്പിളാണ് പഠിക്കാൻ പോകുന്നത്. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വം. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ കയ്യിൽ ഒരു ക്യാൻ ഉണ്ട്. എന്ത് ക്യാൻ? ഒരു ഓവർഫ്ലോ ക്യാൻ. ഒരു ഓവർഫ്ലോ ക്യാൻ അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുന്ന ഒരു ജാർ എൻ്റെ കയ്യിലുണ്ട്. കവിഞ്ഞൊഴുകുന്ന ഒരു ജാറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇങ്ങനെ ഒരു ജാറുണ്ട്. ഓക്കെ, ഇതിൽ ഏകദേശം ഇത്രത്തോളം എന്താണ് വാട്ടർ ഫില്ല് ചെയ്ത് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? നിർത്തിയിരിക്കുന്നു. വാട്ടർ ഫില്ല് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഇതിനെ കൂടാതെ വേറൊരു ബീക്കറും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ക്യാനിനെ വിളിക്കുന്ന പേര് ഓവർഫ്ലോ ക്യാൻ എന്നാണ്, അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുന്ന ഒരു ജാറാണ്. ഇതിൽ ഞാൻ എന്ത് വെള്ളത്തിനെ ഫില്ല് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ബീക്കർ എടുത്ത് ഒരു ബീക്കറിൽ നിറഞ്ഞ് എന്തുണ്ട്? ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഒരു ബീക്കറാണ്. വെള്ളം ഉപയോഗിച്ചാൽ വെള്ളം നിറഞ്ഞ് ഫുള്ളി നിൽക്കുന്ന ഒരു ബീക്കർ. ഈ ബീക്കറിലേക്ക് ഒരു വെയിറ്റ് ഞാൻ ഇമ്മേഴ്സ് ചെയ്ത് കൊടുത്താൽ, ഒരു വെയിറ്റ് ഈ ബീക്കറിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും ഈ ബീക്കറിൽ നിന്നും വെള്ളം പുറത്തേക്ക് എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ആദേശം ചെയ്യപ്പെടും. ജലം പുറത്തേക്ക് എന്ത് ചെയ്യും? വീഴും. അങ്ങനെ ഒരു വെയിറ്റ് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഭാരം ഇതേപോലെ നിറഞ്ഞിരിക്കുന്ന ഒരു ബീക്കറിലേക്ക് ഒരു ഭാരം ഞാൻ ഇടുന്ന സമയത്ത് ആ നിറഞ്ഞിരിക്കുന്ന ബീക്കറിൽ നിന്നും കുറച്ച് ജലം പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പുറത്തേക്ക് പോകുന്ന ആ ജലത്തിനെ നമ്മൾ ഡിസ്പ്ലേസ്ഡ് വാട്ടർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ആദേശം ചെയ്യപ്പെട്ട ജലം. ആദേശം ചെയ്ത ജലം എന്നാണ് നമ്മൾ ഡിസ്പ്ലേസ്ഡ് വാട്ടർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റ് നോർമലായിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നിറഞ്ഞിരിക്കുന്ന ഒരു ബീക്കർ, ആ ബീക്കറിലേക്ക് തീർച്ചയായിട്ടും ഒരു വെയിറ്റ് അല്ലെങ്കിൽ എന്തൊരു വസ്തു ഇട്ടാലും ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ബീക്കർ ആണെങ്കിൽ അല്പം ജലം തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് പോകും, പുറത്തേക്ക് പോകും. അത് നോർമലായിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ആ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ആദേശം ചെയ്ത അല്ലെങ്കിൽ ജലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഓവർഫ്ലോ ക്യാൻ അല്ലെങ്കിൽ ഒരു കവിഞ്ഞൊഴുകുന്ന ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിൽ വാട്ടർ ഫില്ല് ചെയ്ത് നിർത്തി. ഈ വാട്ടർ ഫില്ല് ചെയ്ത് നിർത്തിയതിനു ശേഷം ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു ഭാരം അല്ലെങ്കിൽ ഒരു സ്ലോട്ടഡ് വെയിറ്റ്, ഒരു വെയിറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ വാട്ടർ ലെവൽ ഒന്ന് കൂടുകയും ചെയ്യും. കുറച്ച് ജലം ഇതുവഴി എങ്ങോട്ടേക്ക് വീഴും? അടുത്തിരിക്കുന്ന ബീക്കറിലേക്ക് വീഴും. അടുത്തിരിക്കുന്ന ബീക്കറിലേക്ക് വീഴും. ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ആണ് ആര് ചെയ്തത്? ആർക്കിമിഡീസ് ചെയ്തത്. ഈ ജലം എന്ത് ചെയ്യുന്നു? തീർച്ചയായിട്ടും ഒരു വെയിറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ആ ഭാരം ഈ ജലത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡിലേക്ക് ഇട്ട സമയത്ത് ഇവിടെ നിന്നും കുറച്ച് ജലം എന്ത് ചെയ്തു? ഈ ഒരു സ്പേസ് വഴി എങ്ങോട്ടേക്ക് വീണു? തൊട്ടടുത്തിരിക്കുന്ന ബീക്കറിലേക്ക് വീണു. അപ്പൊ നമ്മൾ ആ ജലം എവിടെ കളക്ട് ചെയ്തു? ബീക്കറിൽ. അപ്പൊ ഇതിലിപ്പോ എന്തുണ്ട്? അല്പം ജലമുണ്ട്. ഏതിൽ നിന്ന് വീണത്? ഈ ഓവർഫ്ലോ ക്യാൻ അല്ലെങ്കിൽ ഈ കവിഞ്ഞൊഴുകുന്ന ജാറിൽ നിന്നും കുറച്ച് ജലം എന്ത് ചെയ്തു? ഈ ഒരു ബീക്കറിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു? വീണു.
ശരി, ഇതിൽ നിന്നും ഈ ഒരു എക്സ്പെരിമെന്റ് വെച്ചുകൊണ്ട് ഇതിന്റെ വെയിറ്റും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് ഇതിന്റെ ബോയൻസി ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ ഒരു ചെറിയ റിലേഷൻഷിപ്പ് കിട്ടി. റിലേഷൻഷിപ്പ് ഇത്രയേ ഉള്ളൂ, ഒരു വസ്തുവിനെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു ദ്രവത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മുക്കുന്നു എങ്കിൽ ആ ദ്രവത്തിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ട് ആദേശം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും. ആ വെയിറ്റ് എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡ് ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഒരു പദാർത്ഥം ഞാൻ എടുത്തു, ആ പദാർത്ഥം അല്ലെങ്കിൽ ഒരു വെയിറ്റ് എടുത്തു, ആ വെയിറ്റ് ഞാൻ ഈ ഓവർഫ്ലോ ക്യാനിലുള്ള വാട്ടറിലേക്ക് എന്ത് ചെയ്തു, ഇട്ടു. തീർച്ചയായിട്ടും ഇവിടെ നിന്നും ജലം എന്ത് ചെയ്തു, അടുത്തുള്ള ബീക്കറിലേക്ക് മാറി. അപ്പൊ ഇവിടെ കുറച്ച് ജലമുണ്ട്, കുറച്ച് വെള്ളം എന്ത് ചെയ്തു, ഈ സ്പേസ് വഴി എങ്ങോട്ടേക്ക് വന്നു, അടുത്തുള്ള ബീക്കറിലേക്ക് വന്നു. എന്നാൽ ആർക്കിമിഡീസ് തത്വം അനുസരിച്ച് ആർക്കിമിഡീസ് എങ്ങനെയാ പറഞ്ഞത്, ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ഫ്ലൂയിഡിനുള്ളിലേക്ക് അല്ലെങ്കിൽ ദ്രവത്തിനുള്ളിലേക്ക് മുക്കിയാൽ അതിൽ നിന്നും ആദേശം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് വഴി പുറത്തേക്ക് വരുന്ന വെള്ളത്തിനെയാണ് ആദേശം ചെയ്യപ്പെടുന്ന വെള്ളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന വാട്ടർ എന്ന് പറയുന്നത്. ആ വാട്ടറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡിൽ മുകളിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. ഒന്നും കൂടി, ഒരു വസ്തുവുണ്ട്, ആ വസ്തുവിനെ ഞാൻ എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ടോ പാർഷ്യലി ഓർ ഫുള്ളി എന്നാണ്, ഒന്നെങ്കിൽ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഒരു ഫ്ലൂയിഡിന് ഉള്ളിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇമ്മേഴ്സ് ചെയ്യുന്നു എങ്കിൽ അവിടെ നിന്നും ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എക്സേർട്ട് ചെയ്യപ്പെടുന്ന ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തിന് എന്തായിരിക്കും, തുല്യമായിരിക്കും. ദിസ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഈ തത്വത്തിനെ വിളിക്കുന്ന പേരാണ് ആർക്കിമിഡീസ് തത്വം. ആർക്കിമിഡീസ് പറഞ്ഞത് എന്താണ്, ഒരു വസ്തു എടുത്തു, ആ വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഞാനൊരു ഫ്ലൂയിഡിലേക്ക് അല്ലെങ്കിൽ ഒരു ദ്രവത്തിനുള്ളിലേക്ക് എന്ത് ചെയ്തു, ഡിപ്പ് ചെയ്തു അല്ലെങ്കിൽ മുക്കിയിട്ടു എങ്കിൽ അവിടെ നിന്നും ആദേശം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ നിന്നും ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിന്റെ അല്ലെങ്കിൽ ജലത്തിന്റെ ഭാരം എന്ന് പറയുന്നത് ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ബോയൻസിക്ക് എന്തായിരിക്കും, തുല്യമായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് എന്തായിരിക്കും, തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഈ വെയിറ്റിന്റെ ബോയൻസിയും കാര്യങ്ങളും അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചത് ഇത്രയേ ഉള്ളൂ, ഈ ലിക്വിഡിൽ ഇവിടെ ഇട്ട വെയിറ്റിന് അപ്വേർഡ് ഡയറക്ഷനിൽ കൊടുത്ത ആ ഒരു ബോയൻസി എനിക്ക് 1 ന്യൂട്ടൺ എന്ന് കിട്ടി. എത്ര ന്യൂട്ടൺ കിട്ടി, 1 ന്യൂട്ടൺ ആണ് ഇവിടുത്തെ ബോയൻസി എങ്കിൽ ഇവിടെ നിന്നും ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളത്തിന്റെ അല്ലെങ്കിൽ വാട്ടറിന്റെ വെയിറ്റും എത്രയായിരിക്കും, 1 ന്യൂട്ടൺ ആയിരിക്കും. രണ്ടും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇവിടുത്തെ ബോയൻസിയും ഇവിടെ നിന്നും ഡിസ്പ്ലേസ് ചെയ്ത ഈ ബീക്കറിലേക്ക് വീണ ഈ വാട്ടറിന്റെ വെയിറ്റും എന്തായിരിക്കും, തുല്യമായിരിക്കും. അതാണ് ഏത് പ്രിൻസിപ്പിൾ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വം. അപ്പൊ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിനെ പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലൂയിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്താൽ അവിടെ നിന്നും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കപ്പെടുന്നു, അല്പം ജലം ഡിസ്പ്ലേസ് ചെയ്യുന്നു. ആ ഡിസ്പ്ലേസ് ചെയ്ത ജലത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആക്ട് ചെയ്ത ബോയൻസിക്ക് തുല്യമായിരിക്കും. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്നും കണ്ടുപിടിച്ചപ്പോൾ എനിക്കിപ്പോൾ ബോയൻസി 1 ന്യൂട്ടൺ എന്ന് കിട്ടിയെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ് ചെയ്ത് വീണ അല്ലെങ്കിൽ ആദേശം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആദേശം ചെയ്ത ജലമുണ്ട്, ആ ജലത്തിന്റെ ഭാരവും എത്ര ന്യൂട്ടൺ ആയിരിക്കും, 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ പ്രിൻസിപ്പിളിനെ അല്ലെങ്കിൽ ഈ തത്വത്തിനെ വിളിക്കുന്ന പേരാണ് ആർക്കിമിഡീസ് തത്വം അല്ലെങ്കിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിനുള്ളിലേക്ക് നമ്മൾ മുക്കിയാൽ അവിടെ നിന്നും ആദേശം ചെയ്യപ്പെടുന്ന വെള്ളത്തിന്റെ അല്ലെങ്കിൽ ജലത്തിന്റെ ഭാരം എന്ന് പറയുന്നത് ഇവിടെ ആക്ട് ചെയ്യപ്പെട്ട പ്ലവക്ഷമ ബലത്തിന് തുല്യമാണെങ്കിൽ ഈ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വം. അപ്പോൾ ഒന്നും കൂടെ ആർക്കിമിഡീസ് തത്വം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ദ്രവത്തിനുള്ളിലേക്ക് ഞാൻ ഡിപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ചെയ്താൽ അവിടെ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അവിടെ
ആക്ട് ചെയ്യപ്പെടുന്ന ബോയൻസിക്ക് തുല്യമായിരിക്കും എങ്കിൽ ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആ തത്വത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർക്കിമിഡീസ് തത്വം. അപ്പം ഇവിടുത്തെ ബോയൻസി എനിക്ക് 1 ന്യൂട്ടൺ കിട്ടിയെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്ത് വീണ ഈ വെള്ളത്തിന്റെ വെയിറ്റും എത്ര ന്യൂട്ടൺ ആയിരിക്കും? 1 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ടും തുല്യമാണെന്നാണ് ആര് പറഞ്ഞത്? ആർക്കിമിഡീസ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ എന്തൊക്കെ വേണമായിരുന്നു? ഒരു ഓവർഫ്ലോ ക്യാൻ ഞാൻ ആദ്യം എടുത്തു. ആ ഒരു ഓവർഫ്ലോ ക്യാനിൽ കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുന്ന ഒരു ജാർ ഞാൻ എടുത്തു. അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് വെള്ളത്തിനെ ഫില്ല് ചെയ്ത് നിർത്തി. അതേപോലെ തന്നെ ഈ വെള്ളം കറസ്പോണ്ടിങ് ആയിട്ട് വന്ന് വീഴുന്നതിന് വേണ്ടി ഒരു സ്പേസ് ഉണ്ട്. അതേപോലെ അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ബീക്കറും ഉണ്ട്. ഇതിൽ ഞാൻ വെള്ളത്തിനെ ഫില്ല് ചെയ്ത് നിർത്തിയതിന് ശേഷം കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെയിറ്റ് നമ്മൾ പറഞ്ഞു, നേരത്തെ ഒരു നോർമൽ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, ഒരു ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ബീക്കറിലേക്ക് ഒരു വെയിറ്റ് ഞാൻ ഇട്ട് കൊടുത്താൽ അതിൽ നിന്നും അല്പം ജലം കറസ്പോണ്ടിങ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു. ദാറ്റ് ഈസ് നോർമൽ കൺസെപ്റ്റ് ആണ്, സാധാരണ നോർമൽ ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പം ഈ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിനാണ് ഞാൻ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളം അല്ലെങ്കിൽ ആദേശം ചെയ്ത ജലം എന്ന് ഞാൻ വിളിച്ചു. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് ഇവിടെയും വരട്ടെ. ഇവിടെയും ഈ ഓവർഫ്ലോ ക്യാനിൽ ഇത്രത്തോളം വെള്ളം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നു. അതിനുശേഷം ഞാനൊരു വെയിറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഈ വെയിറ്റ് ഇട്ടപ്പോൾ ജലം പൊങ്ങുകയും ഇവിടെ നിന്നും കുറച്ച് ജലം ഈ ബീക്കറിലേക്ക് വന്നു. അതിനെ നമ്മൾ കളക്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ആർക്കിമിഡീസ് പറഞ്ഞത് എന്താണ്? അദ്ദേഹം എക്സ്പെരിമെന്റിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു കൺസെപ്റ്റിൽ നിന്നും എങ്ങനെയാണ് പറഞ്ഞത്? ഇവിടെ ഞാനൊരു വെയിറ്റ് ഇട്ട് കൊടുത്തു. ആ വെയിറ്റിന് തീർച്ചയായിട്ടും എതിർദിശയിൽ ആ ഫ്ലൂയിഡ് എന്ത് കൊടുക്കുന്നുണ്ട്? ആ ഒരു ബോയൻസി കൊടുക്കുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന ബോയൻസി എന്ന് പറയുന്നത് ഇവിടെ ഡിസ്പ്ലേസ് ചെയ്ത അല്ലെങ്കിൽ ആദേശം ചെയ്യപ്പെട്ട ജലത്തിന്റെ ഭാരത്തിന് എന്തായിരിക്കും? തുല്യമായിരിക്കും. ആ പ്രിൻസിപ്പിളിനെ നമ്മൾ വിളിച്ച പേരാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വം. അപ്പം ഒരു വസ്തുവിനെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഒരു ഫ്ലൂയിഡിലേക്ക് ഡിപ്പ് ചെയ്താൽ അവിടെ നിന്നും ആദേശം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ നിന്നും ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന വാട്ടറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ബോയൻസിക്ക് തുല്യമാണെന്നാണ് ആര് പറഞ്ഞത്? ആർക്കിമിഡീസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ തത്വത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർക്കിമിഡീസ് തത്വം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നാണ് വിളിക്കുന്നത്. ഇത് അറിഞ്ഞിരിക്കുക. അടുത്തത് ഒരു ബീക്കറിൽ അല്പം ജലം എന്ത് ചെയ്തു? ഫില്ല് ചെയ്ത് നിർത്തി. ഒരു ബീക്കർ എടുത്തു. ആ ബീക്കറിൽ എന്ത് ചെയ്തു? അല്പം ജലം ഫില്ല് ചെയ്ത് നിർത്തി. എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു അലൂമിനിയം ഫോയിലുണ്ട്. എന്ത് ഫോയിലുണ്ട്? അലൂമിനിയം ഫോയിൽ. സാധാരണ ഒട്ടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? അലൂമിനിയം ഫോയിലുണ്ട്. ഈ അലൂമിനിയം ഫോയിലിനെ ഒരു ഷീറ്റ് പേപ്പർ ആയിട്ടാണ് അലൂമിനിയം ഫോയിൽ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു അലൂമിനിയം ഫോയിലുണ്ട്. ഈ അലൂമിനിയം ഫോയിലിനെ ഈ രീതിയിൽ തന്നെ ഞാൻ ഈ ബീക്കറിലേക്കാണ് ഇട്ടു. വലിയ ബീക്കറാണ്. ആ ബീക്കറിനകത്ത് ഇങ്ങനെ തന്നെ കൊണ്ടിട്ടു. എന്ത് സംഭവിക്കും? ഇത് താന്നു പോകുമോ അതോ സർഫസ് അല്ലെങ്കിൽ മുകളിൽ തന്നെ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്ത് നിൽക്കുമോ? തീർച്ചയായിട്ടും ഇങ്ങനെ കൊണ്ടിട്ടാൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും? ഒരിക്കലും ഡിപ്പ് താഴ്ന്നു പോകത്തില്ല. പകരം ഇതിന്റെ സർഫസിൽ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? നിൽക്കും. നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്തുണ്ട്? ഈ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. അലൂമിനിയം ഫോയിലിന്റെ എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോർമലായിട്ട് ഞാനൊരു അലൂമിനിയം ഫോയിൽ എടുത്തു. അലൂമിനിയം ഫോയിലിനെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ബീക്കറിൽ ജലമുണ്ട്. ആ ജലത്തിന് ഉപരിതലത്തിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തു. ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചില്ല? ഈ ഒരു കണ്ടീഷനിൽ ഇട്ടപ്പോൾ ആ ജലത്തിന് മുകളിൽ അത് എന്ത് ചെയ്തു? കറസ്പോണ്ടിങ് ആയിട്ട് പൊങ്ങി നിന്നു. എന്നാൽ ഞാനിതിനെ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്യുന്നു. മടക്കി നല്ല രീതിയിൽ ഏറ്റവും ചെറുതായിട്ട് മടക്കിയതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തു. ആ സമയത്ത് അതെന്ത് ചെയ്തു? അടിയിലേക്ക് പോയി. ആ പേപ്പർ കറസ്പോണ്ടിങ് ആയിട്ട് വെള്ളത്തിന് അടിയിലേക്ക് പോയി. ഇല്ലേ? അപ്പൊ രണ്ട് കേസാണുള്ളത്. ഒന്നാമത്തെ അവസ്ഥ എന്തായിരുന്നു? നോർമലായിട്ട് ഈ രീതിയിൽ തന്നെ അലൂമിനിയം ഫോയിൽ എടുത്തുകൊണ്ട് വന്നു. ഞാൻ ഈ ബീക്കറിലേക്ക് ഇട്ടു. അത് അതിന്റെ ഉപരിതലത്തിൽ മാത്രം ഫ്ലോട്ട് ചെയ്ത് നിന്നു. ഇല്ലേ? രണ്ടാമത്തെ കണ്ടീഷൻ ഞാൻ എന്താണ് പറഞ്ഞത്? രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞത് ഇതിനെ ഫോൾഡ് ചെയ്തു. ഞാൻ മടക്കി നല്ല രീതിയിൽ കറസ്പോണ്ടിങ് ആയിട്ട് മടക്കിയതിന് ശേഷം ഇതേ ബീക്കറിലേക്ക് തന്നെ ഈ വെള്ളത്തിലേക്ക് ഇട്ടു. ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് അടിയിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു? പോയി. അങ്ങനെ പോയെങ്കിൽ ഇവിടുത്തെ ഡിഫറൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ആദ്യത്തെ കേസിൽ അത് അടിയിലേക്ക് പോകാത്തത്, എന്നാൽ രണ്ടാമത്തെ കേസിൽ അത് അടിയിലേക്ക് പോയി? എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ അലൂമിനിയം ഫോയിലിന്റെ ഷീറ്റ് എടുത്തപ്പോഴുള്ള വ്യാപ്തം അല്ലെങ്കിൽ വോളിയം അല്ല ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ മടക്കിയാൽ എനിക്ക് കിട്ടുന്നത്. രണ്ടിന്റെയും മാസിനോ അല്ലെങ്കിൽ വെയിറ്റിനോ ഭാരത്തിനോ ഒരു വ്യതിയാനം ഉണ്ടായിട്ടില്ല. നമ്മൾ ആദ്യം എടുത്ത അലൂമിനിയം ഫോയിൽ തന്നെയാണ് രണ്ടാമതും എടുത്തത്.
അതേ അലൂമിനിയം ഫോയിലിനെ മടക്കി എന്നുള്ള കണ്ടീഷനേ ഉള്ളൂ. അതിന്റെ ഭാരത്തിനോ അല്ലെങ്കിൽ വെയിറ്റിന് യാതൊരു വ്യതിയാനവും ഇല്ല. എങ്കിലും അത് എന്ത് ചെയ്തു, വെള്ളത്തിനടിയിലേക്ക് രണ്ടാമത്തെ കണ്ടീഷനിൽ പോയി. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആദ്യത്തേതിന് വോളിയം എന്താണ്, വ്യാപ്തം കൂടുതലാണ്. ഇതിനെ മടക്കി ഏറ്റവും ചെറുതാക്കുമ്പോൾ അതിന്റെ എന്ത് കുറയുന്നു, വ്യാപ്തം കുറയുന്നു, അല്ലെങ്കിൽ വോളിയം എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പോൾ വോളിയം രണ്ടാമത്തെ കണ്ടീഷനിൽ കുറഞ്ഞു, ഒന്നാമത്തെ കണ്ടീഷനിൽ കൂടുതലായിരുന്നു ഇല്ലേ. ആദ്യത്തെ കണ്ടീഷനിൽ വോളിയം എന്തായിരുന്നു, കൂടുതലായിരുന്നു. രണ്ടാമത്തെ കണ്ടീഷനിൽ വോളിയം എന്തായിരുന്നു, കുറവായിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഡെൻസിറ്റിക്ക് എന്തെങ്കിലും വ്യതിയാനമുണ്ടോ അല്ലെങ്കിൽ സാന്ദ്രതയ്ക്ക് ഇവിടെ എന്തെങ്കിലും വ്യതിയാനമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. മാസ് ഡിവൈഡഡ് ബൈ വോളിയമിനെ വിളിക്കുന്ന പേരാണ് ഡെൻസിറ്റി. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് സാന്ദ്രത സമം മാസ് ബൈ വോളിയം എന്നാണ് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച്. ഓക്കെ. അപ്പൊ ഇവിടെ നിന്നും എന്ത് ചെയ്യുന്നു, മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തം, അതാണ് അവിടുത്തെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഒന്നാമത്തെ കണ്ടീഷനിൽ വോളിയം എന്തായിരുന്നു, കൂടുതലായിരുന്നു. ഫസ്റ്റ് കേസിൽ വ്യാപ്തം എന്തായിരുന്നു, കൂടുതലായിരുന്നു. അങ്ങനെ വ്യാപ്തം കൂടുതലായപ്പോൾ അല്ലെങ്കിൽ വോളിയം കൂടുതലായപ്പോൾ അവിടുത്തെ ഡെൻസിറ്റി എന്തായിരിക്കും, കുറഞ്ഞു കാണും. ഡെൻസിറ്റി കുറഞ്ഞു. വോളിയം കൂടിയാൽ ഡെൻസിറ്റി കുറയും. ഈ വോളിയം കുറഞ്ഞാലോ ഡെൻസിറ്റി കൂടും. ഡെൻസിറ്റി കൂടും. അപ്പൊ ഡെൻസിറ്റി എന്ന് പറയുന്നത് വോളിയമിന് എന്താണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഈ റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കുക. ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സാന്ദ്രത എന്ന് പറയുന്നത് എന്താണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1 വ്യാപ്തം എന്നാണ്. അതായത് ഒരു വസ്തുവിന്റെ വ്യാപ്തം കൂടിയാൽ ഡെൻസിറ്റി അഥവാ സാന്ദ്രത കുറയും. വ്യാപ്തം കുറഞ്ഞാൽ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കൂടും. അപ്പൊ ഇവിടെ രണ്ട് കണ്ടീഷൻ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കണ്ടീഷനിൽ വ്യാപ്തം എന്തായിരുന്നു, കൂടുതലായിരുന്നു. ഒന്നാമത്തെ കണ്ടീഷനിൽ വ്യാപ്തം എന്തായിരുന്നു, കൂടുതൽ ആയിരുന്നു. രണ്ടാമത്തെ കണ്ടീഷനിൽ വ്യാപ്തം എന്ത് ചെയ്തു, ഞാൻ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് അതിനിട്ടപ്പോൾ അടിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവിടെ വ്യാപ്തം എന്ത് സംഭവിച്ചു, കുറഞ്ഞു. അപ്പോൾ രണ്ട് കണ്ടീഷനിലും ചോദിക്കാറുണ്ട്. വോളിയവും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കാറുണ്ട്. എപ്പോഴും അറിഞ്ഞിരിക്കുക, ഡെൻസിറ്റി കൂടിയാൽ വോളിയം കുറയും, ഡെൻസിറ്റി കുറഞ്ഞാൽ വോളിയം കൂടും. അല്ലെങ്കിൽ വോളിയം കുറഞ്ഞാൽ ഡെൻസിറ്റി കൂടും, അല്ലെങ്കിൽ വോളിയം കൂടിയാൽ ഡെൻസിറ്റി കുറയും. എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഒന്ന് കൂടിയാൽ ഒന്ന് കുറയും. അപ്പൊ സാന്ദ്രത കൂടുതലാണെങ്കിൽ ആ വസ്തുവിന് വ്യാപ്തം എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി ഒരു വസ്തുവിന്റെ സാന്ദ്രത കുറവാണെങ്കിൽ അതിന്റെ വ്യാപ്തം തീർച്ചയായിട്ടും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ. അപ്പൊ ഈ റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കുക. ഡെൻസിറ്റി എന്ന് പറയുന്നത് വോളിയൂമിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് ഒരാൾ കൂടിയാൽ മറ്റേ ആൾ കുറയും. ഡെൻസിറ്റി കൂടിയാൽ വോളിയം. ഇവിടുത്തെ കണ്ടീഷനിൽ ഫസ്റ്റ് കണ്ടീഷനിൽ എന്ത് കൂടുതലായിരുന്നു, വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കൂടുതലായിരുന്നു. അങ്ങനെ വോളിയം കൂടിയാൽ അവിടെ എന്ത് കുറയും, ഡെൻസിറ്റി കുറയും അല്ലേ. അപ്പൊ ഒന്നാമത്തെ കേസിൽ ഡെൻസിറ്റി എന്തായിരുന്നു, കുറവായിരുന്നു. ഇനി രണ്ടാമത്തെ കേസിൽ എന്താണ് കണ്ടീഷൻ, ഇതിനെ ഫോൾഡ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ മടക്കുന്ന സമയത്ത് അതിന്റെ വ്യാപ്തം കുറയുന്നു എന്ന് പറഞ്ഞാൽ വോളിയം കുറഞ്ഞു. അപ്പോൾ ആര് കൂടും, ഡെൻസിറ്റി അവിടെ കൂടുന്നു. സോ ഈ റിലേഷൻഷിപ്പും അറിഞ്ഞിരിക്കുക. ഡെൻസിറ്റി എങ്ങനെയാണ് വോളിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാന്ദ്രതയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിരിക്കുക. ഒന്ന് കൂടിയാൽ മറ്റൊന്ന് കുറയും. ദീസ് ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. രണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അപ്പൊ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് എന്താണ്, ആർക്കിമിഡീസിന്റെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ആർക്കിമിഡീസിന്റെ തത്വം പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ എന്നല്ലെങ്കിൽ എന്താണ് ആർക്കിമിഡീസ് തത്വം അല്ലെങ്കിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ എന്ന് ചോദിച്ചാൽ, ഒരു വസ്തുവിനെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഒരു ദ്രവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിലേക്ക് ഞാൻ ഇമ്മേഴ്സ് ചെയ്താൽ അല്ലെങ്കിൽ ഡിപ്പ് ചെയ്താൽ അവിടെ നിന്നും ഡിസ്പ്ലേസ്ഡ് ആകുന്ന അല്ലെങ്കിൽ അവിടെ നിന്നും ആദേശം ചെയ്ത ജലത്തിനുള്ള ഭാരം എന്ന് പറയുന്നത് അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ബോയൻസിക്ക് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഓവർഫ്ലോ ക്യാൻ എടുത്തു അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുന്ന ഒരു
ജാറും എടുത്തു, ഒരു ബീക്കറും എടുത്തു. ആ എക്സ്പെരിമെന്റിൽ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയ ബോയൻസി, അവിടെ കിട്ടുന്ന ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം 1 ന്യൂട്ടൺ ആണെങ്കിൽ ആർക്കമിഡീസ് തത്വം അനുസരിച്ച് അവിടെ നിന്നും പുറത്തേക്ക് വന്ന വെള്ളത്തിന്റെ ഭാരവും എത്ര ന്യൂട്ടൺ ആയിരിക്കും? 1 ന്യൂട്ടൺ ആയിരിക്കും. എത്ര ന്യൂട്ടൺ ആയിരിക്കും? 1 ന്യൂട്ടൺ. ഇത് രണ്ടും എങ്ങനെ ആയിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എങ്കിലാണ് നമ്മൾ ഏത് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്? ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ ഒരു ദ്രവത്തിനുള്ളിലേക്ക് നമ്മൾ ഇറക്കിയിട്ടാൽ ആ വസ്തുവിനെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഡിപ്പ് ചെയ്താൽ അവിടെ നിന്നും ആദേശം ചെയ്യുന്ന ജലത്തിന്റെ ഭാരം എന്ന് പറയുന്നത് അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കുമെന്നാണ് ആർക്കമിഡീസ് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിന് ആർക്കമിഡീസ് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ആർക്കമിഡീസ് തത്വം എന്ന് പറയുന്നത്. അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൻസിറ്റി ആൻഡ് വോളിയം. ഡെൻസിറ്റി അഥവാ സാന്ദ്രതയും വ്യാപ്തവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു. ഡെൻസിറ്റി എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോളിയം എന്നാണ്. അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത് വ്യാപ്തത്തിന് എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് വ്യാപ്തം കൂടുന്തോറും ആ വസ്തുവിന്റെ സാന്ദ്രത കുറഞ്ഞുകൊണ്ടേയിരിക്കും. വ്യാപ്തം കുറയും തോറും ആ വസ്തുവിന്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത കൂടിക്കൊണ്ടേയിരിക്കും. ഒരു സബ്സ്റ്റൻസിന്റെ വോളിയം കുറഞ്ഞാൽ ആ സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. ഇത് കുറഞ്ഞാൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? കൂടും. ഇനി ഇത് കൂടിയാൽ, വോളിയം കൂടിയാൽ അതിനനുസരിച്ച് ആര് കുറയും? ഡെൻസിറ്റി. അപ്പൊ അലൂമിനിയം ഫോയിലിന്റെ കേസിൽ 2 കേസ് നമ്മൾ പറഞ്ഞു. നോർമലായിട്ട് ഞാൻ അതിനെ ഇടുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു? അത് മുകളിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു. രണ്ടാമത്തെ കണ്ടീഷനിൽ ഇതേ അലൂമിനിയം ഫോയിലിനെ തന്നെ ഞാൻ മടക്കിയതിന് ശേഷം ആ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? കറസ്പോണ്ടിങ് ആയിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് താഴ്ന്നു പോകുന്നു. ആ വ്യത്യാസം രണ്ടിലും മാസിനോ അല്ലെങ്കിൽ വെയിറ്റിനോ കാര്യങ്ങൾക്കോ ഭാരത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല. സെയിം ആയിട്ടുള്ള ഒരേപോലുള്ള അലൂമിനിയം ഫോയിൽ തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷെ അവിടുത്തെ വ്യത്യാസം എന്തായിരുന്നു? ആദ്യത്തെ കേസിലുള്ള വ്യാപ്തമല്ല രണ്ടാമത്തെ കേസിൽ. ഒന്നാമത്തെ കണ്ടീഷനിൽ വോളിയം കൂടുതലായിരുന്നു അലൂമിനിയം ഫോയിലിന്. രണ്ടാമത്തെ കണ്ടീഷനിൽ ആദ്യത്തെ കേസിൽ എന്തായിരുന്നു? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കൂടുതലായിരുന്നു. രണ്ടാമത്തെ കണ്ടീഷനിൽ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്തായിരുന്നു? കുറവായിരുന്നു. അപ്പൊ ചോദിക്കും ഡെൻസിറ്റി അഥവാ സാന്ദ്രതയും വ്യാപ്തം അല്ലെങ്കിൽ വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു വസ്തുവിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കൂടുന്തോറും അതിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ സാന്ദ്രത കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ഒരു വസ്തുവിന്റെ വോളിയം കുറയും തോറും ആ വസ്തുവിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. ദീസ് ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അപ്പൊ ഇന്ന് പറഞ്ഞ ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആണ്, നോക്കുക. അപ്പൊ ആർക്കമിഡീസ് തത്വം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം. ഒരു വസ്തുവിനെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു ഫ്ലൂയിഡിലേക്ക് ഞാൻ ഇമ്മേഴ്സ് ചെയ്താൽ അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ബോയൻസി എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും? അതിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്ത അല്ലെങ്കിൽ അതിൽ നിന്നും ആദേശം ചെയ്ത ജലത്തിന്റെ വെയിറ്റിന്, ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞ തത്വത്തിനെയാണ് നമ്മൾ ഇന്ന് വിളിച്ചത് ആർക്കമിഡീസ് തത്വം. ഓക്കെ, അടുത്ത ഈ റിലേഷൻഷിപ്പ് നോക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.